ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി സ്പോർട് ലൈവിലേക്ക്. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെന്നുള്ള സർവേ ഫലങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. മോദി ഭരണത്തിൽ സംതൃപ്തിയെന്നും സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദിക്ക് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുള്ള സർവേ ഫലങ്ങൾ വന്നിരിക്കുന്നു. ഇത് വലിയൊരു ബിജെപിയെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ്. എൻഡിഎ സംബന്ധിച്ച് ഒരു പുതിയ ചുവടുവയ്പാകും. CSD, എസ് ലോക്നീതി, ദി ഹിന്ദു, തിരങ്ക TV, ദൈനിക് ഭാസ്കർ സർവേ എന്നിവയിലാണ് ഈ ഒരു പുതിയ നിലവാരത്തിലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ 2014, 2019 ആവർത്തിക്കും BJP തന്നെ അധികാരത്തിൽ വരും എന്ന സൂചനകൾ നൽകിക്കൊണ്ട് CSD, എസ് ലോക്നീതി, ദി ഹിന്ദു, തിരങ്ക TV, ദൈനിക് ഭാസ്കർ സർവേ ഇപ്പോൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടത്തിയ സർവേക്ക് ശേഷം NDA സർക്കാരിനോടുള്ള സമീപനം മാറുന്നുവെന്നാണ് വിലയിരുത്തൽ. ആകെ 59% പേർ NDA സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ 35% പേരാണ് അതൃപ്തി അറിയിച്ചത്. അതായത് 59% പേർക്ക് സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി ഇത്തവണയും NDAക്ക് BJPക്ക് മുതൽക്കൂട്ടാകും. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരും. കേരളത്തിലും ഒരു വലിയ സാധ്യത BJP കണക്ക് കൂട്ടുന്നിടത്ത കാര്യങ്ങൾ നിൽക്കും എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. അതായത് 35% പേർക്ക് മാത്രമാണ് അതൃപ്തി. 59% പേർ NDA സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. 35% പേർക്ക് അതൃപ്തി അറിയിക്കേണ്ടി വന്നിരിക്കുന്നു. 2018 51% മോദി സർക്കാരിൽ സംതൃപ്തി അറിയിച്ചിരുന്നത്. 5 വർഷത്തെ NDA സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ അല്ലയോ എന്ന ചോദ്യമാണ് സർവേയിൽ ഉന്നയിച്ചിരുന്നത്. അടുത്ത ചോദ്യമായി മോദി സർക്കാരിന് രണ്ടാമതൊരു അവസരം കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. ഇതിൽ 46% പേർ NDA സർക്കാരിന് വീണ്ടും അവസരം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ 36% പേർ എതിർത്തിരിക്കുന്നു. അതായത് 46% പേർ അനുകൂല നിലപാട്, 36% പേരുടെ എതിർപ്പ്. ഒരു 10% ഒരു മേൽക്കൈ NDA സർക്കാരിന് BJPക്ക് നരേന്ദ്രമോദിക്കും ഉണ്ടെങ്കിൽ അത് ഈ 2019 ഗുണകരമാകുമെന്നുള്ള അവലോകനങ്ങളിലാണ് ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ BJP ക്യാമ്പുകൾ. അതായത് കാടിളക്കിയുള്ള വലിയ പ്രചരണം, അതായത് ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങൾ മുൻനിർത്തി വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും സുഷമ സ്വരാജും ഒക്കെ അടങ്ങുന്ന BJP നേതൃനിര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ, ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല, കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി ഉത്തരേന്ത്യയുടെ മണ്ണിൽ രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലികൾ, അതൊക്കെ തുടക്കത്തിൽ വലിയ ആശങ്കയായി BJP ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ 3-4 സർവേകൾ അടുപ്പിച്ചു വന്നതിൽ പല ദേശീയ മാധ്യമങ്ങളുടെ സർവേയിലും NDAക്ക് വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും ഒരു മുൻതൂക്കം എന്ന് പറയുമ്പോൾ അത് BJP ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു വലിയ ആത്മവിശ്വാസമാണ്. അവിടെയാണ് BJP നരേന്ദ്രമോദിയും പുതിയ തന്ത്രങ്ങൾ വീണ്ടും പയറ്റുന്നത്. 36% പേർ എതിർക്കുമ്പോൾ 46% പേർ NDA സർക്കാരിന് വീണ്ടും അവസരം നൽകുമ്പോൾ അത് പാർട്ടി അധികാരത്തിലേക്ക് എന്നതിന്റെ സൂചനകളായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ UPS സർക്കാരിന്റെ പ്രവർത്തനമാണ് മികച്ചതെന്ന് 27% പറഞ്ഞപ്പോൾ 38% മോദി സർക്കാരാണ് മികച്ചതെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം, അഴിമതി, അവശ്യ സാധനങ്ങളുടെ വില തുടങ്ങിയവ മോദി സർക്കാരിന്റെ കീഴിൽ വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നുണ്ട്. അതേസമയം മതങ്ങൾ തമ്മിലുള്ള ബന്ധം, തൊഴിലവസരങ്ങൾ തുടങ്ങിയവ കുറഞ്ഞതായും വിലയിരുത്തുന്നുണ്ട്. 19 സംസ്ഥാനങ്ങളിലായി മാർച്ച് 24 മുതൽ 31 വരെയാണ് സർവേ നടത്തിയത്. ഈ അവസാന ഘട്ടത്തിൽ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായി ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ, വോട്ടർമാർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ഏത് രീതിയിൽ ഗുണം ചെയ്യും? പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം, അഴിമതി, അവശ്യ സാധനങ്ങളുടെ വില തുടങ്ങിയവ വർദ്ധിച്ചുവെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ അത് ഏത് രീതിയിൽ കരിനിഴൽ വീഴ്ത്തും? ആർക്കായിരിക്കും ആ കരിനിഴൽ ഗുണമായി മാറുക? ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്.